ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മലബാറുകാരുടെ സ്വന്തം അടിപൊളി ഒരു പഴം നിറച്ചതങ്ങ് തയ്യാറാക്കിയാലോ? അപ്പം എങ്ങനെ തുടങ്ങാല്ലേ? നമ്മൾ ആദ്യം ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇതുപോലെ കുഞ്ഞായി അരിഞ്ഞ് നമ്മുടെ കാഷ്യൂവും പിന്നെ മുന്തിരിങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് അരക്കപ്പ് തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. ഇത് നമ്മുടെ ഫില്ലിങ്സ് ആട്ടോ. ഫില്ലിങ്സ് തയ്യാറായി. ഇനി നമുക്ക് എത്ര പഴമാണോ ആവശ്യം അതിനനുസരിച്ച് ഇതുപോലെ പഴുത്ത പഴം എടുക്കാം. നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതെന്തിനാന്ന് ഞാൻ പറയാവേ. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയാലോ? അരക്കപ്പ് മാവ്, അതിലേക്ക് ആവശ്യത്തിന് സോഡാപ്പൊടി, കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തെ എടുക്കുക. ഇരുമ്പ് വെച്ച് രണ്ട് ഭാഗത്തും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇവിടെ ആട്ടോ നമ്മൾ ഫില്ലിങ്സ് നിറയ്ക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പഴം കഴുകിയെടുത്തത്. രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ്സ് ഇതേപോലെ നന്നായിട്ട് രണ്ട് സൈഡും ഇതേപോലെ നിറച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഴത്തിന്റെ തൊലി മാറ്റാം. നമ്മൾ പഴത്തിന്റെ തൊലിയും മാറ്റി ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം അതുപോലെ ഇങ്ങനെ രണ്ട് സൈഡും വരഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് അതിലേക്ക് നിറച്ച് ഇതേപോലെ സെറ്റാക്കി എടുക്കാം. റെഡി ആയി കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴത്തെ എല്ലാ ഫില്ലിങ്സും നിറച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് മുക്കി നന്നായി ആ മാവിലേക്ക് ഡിപ്പ് ചെയ്തെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ മറു സൈഡ് തിരിച്ചിട്ട് നന്നായി മൊരിച്ച് ഇതേപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിന് എണ്ണയിൽ നിന്ന് എടുക്കാട്ടോ. ബാക്കിയും അതുപോലെ നമുക്ക് ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം. എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണെന്നേ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. മലബാറുകാരുടെ സ്വന്തം പഴം നിറച്ചത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പൊ നമുക്ക് അടുത്തൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണാം കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.